ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്രീമി കോക്കനട്ട് ഗ്രേവിയിൽ ഒരു എഗ് മപ്പാസ് ആണ്. അപ്പം, ഇടിയപ്പം, ചപ്പാത്തി, പൊറോട്ട, ബ്രെഡ്, ഈവൻ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു സൈഡ് ഡിഷാണ് എഗ് മപ്പാസ്. ഒരു പ്രാവശ്യം ഇതൊന്ന് കഴിച്ചു നോക്കിയാൽ വീണ്ടും വീണ്ടും നമുക്കിത് വേണമെന്ന് തന്നെ തോന്നും. ഐ ആം സീന ആൻഡ് വെൽക്കം ടു മൈ വീഡിയോ. ഇതിലൊരുപാട് ടിപ്സൊക്കെ ഞാൻ തരുന്നുണ്ട്, അതുപോലെ തന്നെ പല കാര്യങ്ങളും. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണേ. എൻ്റെ കൂട്ടുകാർ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നീട് വരുന്ന അപ്ഡേഷനും അടിപൊളി വെറൈറ്റി റെസിപ്പീസും എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇതിനു വേണ്ട ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയില്ല ഇതൊക്കെ കാണാനായിട്ട്. ഞാനിവിടെ ഒരു 6 മുട്ട എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി പുഴുങ്ങിയെടുത്തതാണ്. കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പെരുംജീരകം പൊടിച്ചത് 1 ടീസ്പൂൺ, കടുക് 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, ഗരം മസാല പൗഡർ 1.5 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, തക്കാളി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയത് 3 മീഡിയം സൈസ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1.5 ടേബിൾ സ്പൂൺ, കറിവേപ്പില കുറച്ച്, വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ. പിന്നീട് ആവശ്യമുള്ളപ്പോൾ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. പച്ചമുളക് നീളത്തിലരിഞ്ഞത് 2 മീഡിയം സൈസ്, സവാള നീളത്തിലരിഞ്ഞത് 3 മീഡിയം സൈസ്, പൊട്ടറ്റോ ചെറിയ കഷ്ണങ്ങളാക്കിയത് 2 മീഡിയം സൈസ്, തേങ്ങ പിഴിഞ്ഞെടുത്ത 2ാം പാൽ 2 കപ്പ്, 1ാം പാൽ 1.25 കപ്പ്. നമ്മുടെ ഫാമിലിക്ക് വേണ്ടി നല്ല നാടൻ രുചിയിൽ രാജകീയമായി ഈ മുട്ട മപ്പാസ് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ഞാൻ ഇന്ന് ഇതെടുത്തിരിക്കുന്ന ചെമ്പിൻ്റെ ഉരുളിയാണ്. ഒത്തിരി വർഷങ്ങളായി ഞാനിത് വാങ്ങിച്ചിട്ട് ഇതുവരെ ഇത് ഉണ്ടാക്കിയിട്ടില്ല. ഇന്നെനിക്കൊരു തമാശ തോന്നി അതൊന്ന് ഉണ്ടാക്കിയാലോ എന്ന്. അപ്പോൾ ഉരുളി ചൂടായി, വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ട് പൊട്ടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളിട്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. പേസ്റ്റല്ല, ഞാനതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് പേസ്റ്റ് ആക്കണമെങ്കിൽ പേസ്റ്റ് ആക്കാൻ. ഞാനിത് കല്ലിൽ ക്രഷ് ചെയ്തെടുത്തതാണ്. ഇതിൻ്റെ കൂടെ ഒരു 2 മീഡിയം സൈസിലുള്ള പച്ചമുളക് നീളത്തിലരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പച്ചമണം ഒന്ന് മാറുമ്പോൾ അടുത്തടുത്ത് ചേർത്ത് പൊക്കണം. ഇതിൻ്റെ കൂടെ കുറച്ച് കരിയാപ്പില ഇടുന്നുണ്ട്. ഈ മുട്ട പുഴുങ്ങുമ്പോഴുണ്ടല്ലോ, ഒന്ന് വെള്ളം തിളച്ചിട്ട് ഒരു 2 മിനിറ്റ് തിളപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്തിട്ട് നിങ്ങൾക്കിത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ മതി. ഒരു 10-20 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ലാഭിക്കാം കേട്ടോ. അത്രയും നേരം നമുക്കിട്ട് ഇത് പുഴുങ്ങിക്കൊണ്ടിരിക്കേണ്ട. മുട്ട നല്ലപോലെ പുഴുങ്ങി തന്നെ കിട്ടും. ഞാൻ അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ 3 മീഡിയം സൈസ് സവാള നീളത്തിലരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കളറ് പിങ്ക് കളറ് മാറി ഒരു ഗോൾഡൻ കളർ ആകുന്നത് വരെ വേണ്ട. അതൊന്ന് ട്രാൻസ്ലൂസൻ്റ് ആവുന്നത് വരെ നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇത് പെട്ടെന്ന് മൂക്കാനുള്ള വേറൊരു ടിപ്പാണ്. ഉപ്പ് ചേർത്തിട്ട് വേണം ചെയ്യേണ്ടത്. അപ്പം ഒരു സ്വല്പം പെട്ടെന്ന് അത് ഒന്ന് മൂത്ത് വരും. ഒരുപാട് മൂക്കാൻ നിൽക്കണ്ട. ലോ ഫ്ലെയിമും അല്ല ഹൈ ഫ്ലെയിമും അല്ല, ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇതൊക്കെ ചെയ്യേണ്ടത്. അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയിട്ടാണോ ഇതൊക്കെ പറയുന്നത്. പുതിയതായിട്ട് കുക്കിംഗ് തുടങ്ങിയ ആൾക്കാരൊക്കെ കാണില്ലേ. പിന്നെ ഇതിനകത്ത് 3 മീഡിയം സൈസിലുള്ള തക്കാളി കട്ട് ചെയ്ത് വെച്ചിരുന്നത് ചേർക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഈ തക്കാളിയുടെ കൂടെയും കുറച്ച് ഉപ്പ് ചേർത്താൽ പെട്ടെന്ന് ഇത് മാഷായി വരും.
നിങ്ങളിതൊക്കെ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കണേ, കമൻസിൽ കൂടെ എഴുതി. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. എപ്പോഴും മഞ്ഞൾപ്പൊടി ആദ്യം ഇടണം. പൊടികളൊക്കെ നമ്മൾ എടുക്കുമ്പോൾ അതിൽ മഞ്ഞൾപ്പൊടിയാണ് ആദ്യം ഇടേണ്ടത്. കാരണം ഇതിനകത്ത് പച്ചക്കുത്തൊന്നും മാറാനായിട്ട് മഞ്ഞൾപ്പൊടി ഒന്നിട്ട് മൂപ്പിച്ചിട്ട് പിന്നെ ഇത് കഴിഞ്ഞിട്ട് മല്ലിപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കുക. ഇപ്പം ഞാൻ ചേർക്കുന്ന മല്ലിപ്പൊടിയാണ്. ഇതും ഇട്ടിട്ട് അതിൻ്റെ ഒന്ന് പച്ചമണം ഒന്ന് മാറണം. അതുപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ച് കഴിയുമ്പോൾ അതിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടും. ഇത് കഴിഞ്ഞിട്ടാണ് ബാക്കി പൊടികളൊക്കെ ചേർക്കുന്നത്. ഇപ്പോൾ ഞാൻ ചേർക്കുന്നത് ഗരം മസാലയാണ്. നിങ്ങൾ ഏത് സ്ഥലത്തു നിന്നാണ് വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ എന്നെ ഒന്ന് എഴുതി അറിയിക്കാൻ മറക്കരുതേ. കേരളത്തിലാണോ, ഇന്ത്യയിലാണോ, വേറെ ഏതെങ്കിലും സ്ഥലത്താണോ ഒന്ന് അറിയിക്കണം കേട്ടോ. നല്ലതുപോലെ പൊടിയൊക്കെ നല്ലപോലെ ഒരുവിധം മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊട്ടറ്റോ ചേർക്കാം. പൊട്ടറ്റോ നിങ്ങൾക്ക് കുക്കറിൽ 1 വിസിലാകുന്നവരെ വേണമെങ്കിൽ വേവിച്ച് ഇതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ്. പക്ഷേ എനിക്കത് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുന്നതാണ് എനിക്കത് ഇഷ്ടം. അത് കാരണം ഞാൻ അങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾ ചെയ്യുക. നിങ്ങളിങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ എഗ് മപ്പാസൊക്കെ? ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയത് ഓർമ്മയുണ്ട്. അല്ലാതെ ഞാനിതെപ്പോഴും ഉണ്ടാക്കുന്നൊരു കറിയല്ല. ഇച്ചിരി നേരം ഒന്ന് മൂപ്പിക്കണം. കാരണം നമ്മൾ കുക്കറിൽ വെക്കുന്നില്ലല്ലോ, അല്ലാതെയല്ലേ വെക്കുന്നത്. അപ്പോൾ അത് കാരണം കുറച്ച് നേരം ഒന്ന് മൂപ്പിക്കുമ്പോൾ ഒരു പകുതി വേഗമൊക്കെ ആവും. ഒരു ശകലം വെളിച്ചെണ്ണ വേണമെങ്കിൽ ആഡ് ചെയ്യാം നിങ്ങൾക്ക്. പെട്ടെന്ന് മൂത്ത് വരുമല്ലോ. എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടായിരുന്നു ആരെങ്കിലും? അവൽ നനച്ചതാണ് ഞാൻ അവസാനം ഇട്ട റെസിപ്പി. ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന, 4 മണിക്ക് പിള്ളേരൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഒന്ന് നോക്കുക കേട്ടോ. ഇനി നമ്മളിവിടെ ചേർക്കുന്നത് 2 കപ്പ് തേങ്ങ പിഴിഞ്ഞെടുത്ത 2ാം പാലാണ്. ആ പൊട്ടറ്റോ ഈ 2ാം പാലിൽ കിടന്നാണ് ഇത് വേകുന്നത്. നേരത്തെ നമ്മളൊന്ന് മൂപ്പിച്ചപ്പോൾ ഹാഫ് വേവ് ആയിട്ടുണ്ട്. ഈ തേങ്ങാപ്പാലിൽ കിടന്നിത് വെന്ത് വരണം. അപ്പോൾ ആ തേങ്ങാപ്പാലിൻ്റെ ആ ഫ്ലേവറെല്ലാം ഈ പൊട്ടറ്റോയും ബാക്കി ആ സംഭവങ്ങളെല്ലാം പിടിച്ചെടുക്കും. ഒരു പ്രത്യേക ഫ്ലേവറായിട്ട് വരും. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ചെറിയ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. കുറച്ചും കൂടെ ഉപ്പ് വേണമെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്തോളൂ. ഞാൻ ഈ സാധനങ്ങളെല്ലാം ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്ത് വെച്ചേക്കുന്നത് കണ്ടപ്പോൾ നിങ്ങൾക്കൊരു തമാശ തോന്നിയോ? എൻ്റെ വെബ്സൈറ്റില്ലേ, seenasfoodbasket.com എന്നൊരു വെബ്സൈറ്റ്, ആ മേളിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് അത് 2008 തുടങ്ങിയ വെബ്സൈറ്റാണ്. അന്ന് തൊട്ടേ ഞാൻ ഇതെല്ലാ സംഭവങ്ങളും എടുത്ത് വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. അത് എനിക്കതൊരു ശീലമാണ്. എനിക്കതൊരു ഭയങ്കര എന്താ പറയുന്ന ഒരു ഗെയിം കളിക്കുന്നത് പോലെ അത്രയും സന്തോഷം തരുന്നൊരു സംഭവമാണ് ഇതെല്ലാം അടുക്കി ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. പലർക്കും അതിശയം തോന്നിയിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ പെരിഞ്ജീരകം പൊടിയാണ് ഇപ്പം ചേർത്തത്, ഫെന്നൽ സീഡ്സ് പൗഡർ. നല്ലൊരു ഫ്ലേവർ, കാരണം ഇത് മറ്റേതൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലേവേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് കുരുമുളക് പൊടി ഇപ്പോൾ ചേർക്കുന്നുണ്ട്. ഈ കുരുമുളക് പൊടി ഇച്ചിരി കറുത്തിട്ടല്ലേ ഇരിക്കുന്നത്, കാരണം എനിക്ക് ഫ്രഷ് ആയിട്ടുള്ള കുരുമുളക് പൊടിയല്ല ഇത്. ഞാനിത്
ചുമ വന്നപ്പോഴത്തേക്കിന് പിന്നെ അത് കുരുമുളക് പൊടിച്ച് എടുത്തതാണ്, മൂപ്പിച്ചിട്ടൊക്കെ പൊടിച്ചെടുത്തതാണ് സംഭവമാണ്. അതാണ് ഞാൻ ആഡ് ചെയ്തത്. ഇല്ലെങ്കിൽ നല്ല വെളുത്തിരുന്നേനെ കറി. എൻ്റെ കയ്യിൽ മറ്റേതില്ലാതിരുന്നുകൊണ്ട് ഞാനിതെടുത്ത് ഇട്ടതാണ്. പിന്നെ 6 മുട്ട പുഴുങ്ങിയത് ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് അടച്ച് വെച്ച് ആ ചാറൊക്കെ കോരി ഇതിൻ്റെ മുകളിലോട്ടൊക്കെ ഒന്ന് ഒഴിച്ചാൽ, ഇത് ഞാൻ മുറിച്ചിട്ടുണ്ട്, പിന്നെ കത്തി വെച്ച് ഒന്ന് വരഞ്ഞിട്ടുണ്ട്. അതിൽ അറ്റത്തും നടുവിനെയും 3-4 സ്ഥലത്തൊക്കെ വരഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലോട്ടൊക്കെ ഈ ചാറൊക്കെ ഒന്ന് കോരി ഒഴിക്കുമ്പം അതിൻ്റെ ഫ്ലേവേഴ്സ് എല്ലാം അതിനകത്തോട്ടും കൂടെ പിടിക്കും. വീണ്ടും നമുക്കിതൊന്ന് അടച്ച് വെച്ച് അതൊന്ന് കുറുകാനായിട്ട് വെക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ കൂടുതൽ ഒഴിക്കാം, ഇല്ലെങ്കിൽ ചൂടുവെള്ളം ഇതിനകത്ത് ഒഴിക്കാം. ഇപ്പം ഞാൻ ആഡ് ചെയ്യുന്നത് തേങ്ങാപ്പാലിൻ്റെ 1-ാം പാലാണ്. ഇതിൽ 1.5 കപ്പുണ്ട്. എന്നിട്ടിത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുക. ഇത് ഈ സ്പൂണിട്ട് മിക്സ് ചെയ്യുന്നതിനേക്കാളും നല്ലത് നമ്മൾ ഈ പാത്രം നമ്മൾ മീൻ കറിയൊക്കെ വെക്കുമ്പോഴത്തേക്കിന് ഇങ്ങനെ കയ്യിലെടുത്ത് കറക്കത്തില്ലേ, ചുറ്റി അങ്ങനെ വെക്കുമ്പോഴത്തേക്കിന് ഈ മുട്ടയോ ഇല്ലെങ്കിൽ മീനൊക്കെ വെക്കുമ്പോൾ ആ പീസസ് ഉടഞ്ഞു പോകത്തില്ല. ഉപ്പ് കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഇടുന്നുണ്ട്. വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് ഒന്നും കൂടെ കുറച്ച് നേരം കൂടെ ഒരു 1-2 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് വീണ്ടും അതെടുത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ടേസ്റ്റൊക്കെ നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്ത് ഉപ്പ് ആഡ് ചെയ്യാവുന്നതാണ്. നല്ല അടിപൊളി മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് അവസാനം ഞാനൊരു ശകലം ഒരു 1-2 സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞാനിതാ പറഞ്ഞത്, തുണി വെച്ച് ഇത് പിടിച്ചിന്ന് കറക്കി ചുറ്റി എടുക്കുമ്പോഴത്തേക്കിന് അത് ഉടഞ്ഞു പോകത്തില്ല മുട്ടയൊക്കെ. നിങ്ങൾക്ക് പൊട്ടറ്റോ വേണമെങ്കിൽ ഒരു 3-4 പൊട്ടറ്റോ എടുത്ത് അതിനകത്ത് തന്നെ ഇട്ടൊന്ന് ക്രഷ് ചെയ്ത് ചേർക്കുകയാണെങ്കിൽ ചാറ് ഇച്ചിരി കുറുകി വരും. വേണം നിങ്ങൾക്ക് ഇച്ചിരി തിളച്ച വെള്ളം കൂടി ചേർക്കാം കേട്ടോ, ചാറ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ. എനിക്കിങ്ങനെയാണ് വേണ്ടത്, കാരണം ഇതിനി ആറി വരുമ്പോഴത്തേക്കിന് വീണ്ടും കുറുകും. അപ്പോൾ ഇതാണ് നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. സീന സൈനിങ് ഓഫ്. See you in the next video. Thanks for watching.